നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞ വർഷത്തെ ഗ്രഡേഷനിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വർഷം നമുക്ക് എ ഗ്രേഡ് കിട്ടി. അത് ഒരു പുതിയ കെട്ടിടം വായനശാലയ്ക്ക് സ്ഥാപിച്ചാൽ ആ വർഷം എ ഗ്രേഡ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ വർഷം നമുക്ക് എ ഗ്രേഡ് കിട്ടി. ഇപ്പോൾ ഗ്രഡേഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ, പഴയ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഗ്രഡേഷൻ നടക്കുന്നത്. ഒരു വായനശാലയുടെ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അതിനെ മാർക്കിൻ്റെ രൂപത്തിൽ ആക്കി ആണ് ഗ്രഡേഷൻ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊന്നാനി താലൂക്കിലെ 40-ലേറെ വരുന്ന വായനശാലകളിൽ 2 വായനശാലകളാണ് എ ഗ്രേഡിലേക്ക് അർഹരായത്. ഒന്ന് നമ്മളും ഒന്ന് യാസ്പോയും. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ പ്രവർത്തനത്തിൽ സഹകരിച്ച എല്ലാവരും, നിങ്ങളെപ്പോലുള്ള എല്ലാവരോടും ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, എല്ലാവരുടെ മനസ്സിലും ചേക്കേറിയിട്ടുള്ള ആ 2 അക്ഷരം MT. അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ആരാണ് MT, എവിടെയാണ് MT, എങ്ങനെയായിരുന്നു MT എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാളത്തിന്റെ അക്ഷര ഗുരുനാഥൻ വിട്ടുപിരിഞ്ഞു. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു അത്, ആ ഒരു വിയോഗം എന്നുള്ളത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ MTയുടെ കൃതികളാണ് എല്ലാവരും വായിച്ചു വളർന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള, നമ്മുടെ അവിഭക്ത പാലക്കാട് പെട്ടവരായിരുന്നല്ലോ നമ്മൾ പണ്ടൊക്കെ. അന്നൊക്കെ ഒരു പാലക്കാട്ടുകാരനാണ് ഇദ്ദേഹം എന്നുള്ളതിൽ വളരെയധികം അഭിമാനം കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോഴും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ജില്ല തിരിച്ചു എന്നുള്ളതല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അനുഭവിച്ചറിയണം. അതിലെ ഓരോ കഥാപാത്രവും, അദ്ദേഹത്തിന്റെ കൃതികളിലെ ഓരോ കഥാപാത്രവും നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഉള്ള, നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. കോന്തുണ്ണിയാരായാലും അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ. ആ കോന്തുണ്ണിയാരുടെ നാവിൽ വരാൻ കാരണം, എൻ്റെ വീട്ടിലൊക്കെ വന്നിരുന്ന ഒരു ഗോവിന്ദൻകുട്ടി നായരുണ്ട്. ഗോവിന്ദുട്ടിയാർ എന്നാ വിളിക്കുക. ആ ഗോവിന്ദുട്ടിയാരോട് വളരെ സാമ്യമുള്ള ഒരു കഥാപാത്രമാണ് ഈ കോന്തുണ്ണിയാർ. അപ്പൊ അങ്ങനെ നമ്മളോട്, നമ്മുടെ ഹൃദയത്തോട് ഇടപിരിഞ്ഞ് കിടക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച് മലയാളത്തിന്റെ അനശ്വരനായിട്ടുള്ള ആ കഥാകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിഭ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ബഹുമുഖ പ്രതിഭയാണ്. നോവലായാലും ചെറുകഥയായാലും ഉപന്യാസങ്ങളായാലും അതുപോലെ തന്നെ സിനിമ തിരക്കഥ, കവിതയിൽ പോലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. പത്രാധിപരായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ കൃതികളിൽ, ആദ്യകാല കൃതികളിലൊക്കെ ഇന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ടുള്ള ഒരു കൃതിയാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന മഞ്ഞ് എന്നുള്ള ആ കൃതി. അത് നമ്മുടെ വളരെ നമുക്ക് ആ വായനാനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മളോട് ഇവിടെ സംവദിക്കാൻ എത്തിയിട്ടുള്ള ശ്രീ രാമകൃഷ്ണൻ കുമരനെല്ലൂർ, അദ്ദേഹത്തെ ഇതിന്റെ നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലെയും സദസ്സിലെയും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എസ് ശാരദക്കുട്ടികൾ ഇപ്പോൾ വായിച്ചിട്ടുണ്ട്. അതിലെ പുസ്തകോത്സവങ്ങളിൽ കാണുമ്പോൾ വീട്ടിലേക്ക് ആവശ്യപ്പെടാതെ അയച്ചും വീട്ടിൽ നേരിട്ട് കൊണ്ടു തന്നും കെട്ടിയേൽപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ വായിച്ചോ എന്ന് ചോദിച്ച് വിളിക്കരുത്. ഇത് എസ് ശാരദക്കുട്ടിയുടെ ഒരു പോസ്റ്റാണ്. അവനവന്റെ മുറ്റത്ത് കള്ളിച്ചെടി നടണോ റോസാ ചെടി നടണോ എന്നൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. എനിക്ക് തോന്നിയത് കെട്ടിയേൽപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എന്ന് അവർ പറയുന്നു. ഞാനും ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ നമ്മൾ ചില പുസ്തകങ്ങൾ കൊടുക്കുമ്പോൾ കെട്ടിയേൽപ്പിക്കപ്പെടുകയാണോ സത്യത്തിൽ ചെയ്യുന്നത്? എനിക്കൊരു സംശയമാണ്. സാധാരണ ഇങ്ങനത്തെതിനോടൊന്നും എനിക്കൊന്നും ഒരു തോന്നാറില്ല. പക്ഷെ എന്തോ എനിക്കൊരാള് പുസ്തകം തന്നെ ഞാൻ വായിക്കോ വായിക്കാതിരിക്കോ എന്നുള്ളത് വേറെ വിഷയം. ഏതെങ്കിലും ലൈബ്രറിക്ക് കൊടുത്തൂടെ? അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഇവിടെ പുസ്തകങ്ങളാണല്ലോ നമ്മുടെ വിഷയം, ഒരു പുസ്തകമാണ് വിഷയം എന്നുള്ളത് കൊണ്ട് അങ്ങനെ തോന്നി എന്ന് മാത്രമേ. ഇത് കാര്യം, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കൂടെ പോരുന്നത് എന്ത് എന്നുള്ള ഒരു ചോദ്യം. ഏത് പുസ്തകമായിക്കോട്ടെ, ഏത് രചനയായിക്കോട്ടെ, എന്താണ് നമ്മുടെ കൂടെ പോരുന്നത്? അത് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ഒരു വാക്യമായിരിക്കാം, ഒരു കഥാപാത്രമാവാം, ഒരു സംഭവമാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം. ഇങ്ങനെ എന്തും എന്ന് പറഞ്ഞാൽ അതിലെന്തോ ചിലത് കിട്ടും, ചിലത് കിട്ടാതെ ഇരിക്കുകയുമാവാം. ഈ എടുക്കൽ ശേഷി വ്യത്യസ്തമാണ്. നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ വായന, നമ്മുടെ സംസ്കാരം, നമ്മുടെ കാഴ്ചപ്പാട്, പ്രത്യയശാസ്ത്രം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. ഓരോ വാക്കിനും ചരിത്രമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓരോ വാക്കും അത് പിന്നിട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഒരു വാക്കിനെ വായിക്കുന്നത്. മുമ്പ് വായിച്ച എവിടെയൊക്കെ ആ വാക്കിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ഇടപെടലുകൾ ആ വാക്ക് നമ്മളുമായിട്ട് നടത്തിയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ഒരു വായനയിൽ ഒരു പുതിയ വാക്കിനെ നമ്മൾ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാക്കിന് ചരിത്രമുണ്ട് എന്ന് പറയുന്നത്. ഈ എം ടിയുടെ ഈ കൃതി മഞ്ഞ് എന്നുള്ളത് നോവല്ലയാണ്. വേറെ ഏതെങ്കിലും അതേ പേരിൽ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ നോവല്ല അതിന്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല. അത് നോവൽ എന്നല്ല, നോവല്ല എന്നാണ്, നോവലല്ല. എന്താണ് ഈ നോവലയ്ക്ക് ചില കൃത്യതയൊക്കെ പഴയ കാലത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 7000 മുതൽ 40,000 വരെ വാക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു നോവല്ല എന്നുള്ള അതിന്റെ ഡെഫിനേഷനൊക്കെ പോട്ടെ. അതൊക്കെ അതിന്റെ ഒരു ചില കാര്യങ്ങൾ ഇതൊന്നും ഇതിന് ഒതുങ്ങുന്നതല്ല എന്ന് നമുക്കറിയാം. എന്തായാലും അതൊരു ഇറ്റാലിയൻ പദമാണ്. പുതിയ എന്ന അർത്ഥം വരുന്ന പദമാണ് ഈ നോവല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. 14-ാം നൂറ്റാണ്ടില് ഡെക്കാമറൻ കഥകൾ, ബൊക്കാച്ചിയോ എഴുതിയിട്ടുള്ള ഡെക്കാമറൻ കഥകൾ, പിന്നെ കാൻറ്റർബറി കഥകൾ, ഇതൊക്കെ ഈ ഗണത്തിലാണ് പഴയ കാലത്ത് പെടുത്തിയിട്ടുള്ളത്. എന്താ അതിന്റെ പ്രത്യേകത വെച്ചാല് വിഷയത്തിൽ തീവ്രമായിരിക്കും എന്നുള്ളതാണ്. ഒരു വിഷയം തീവ്രമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രൂപമായിട്ടാണ് ഈ നോവലിലെ നമ്മുടെ നാട്ടിലല്ല വിദേശികൾ അതിനെ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ചെറുകഥയുണ്ട്. ചെറുകഥയുടെ കേന്ദ്രീകൃത സ്വഭാവം ഉണ്ടാവുകയും നോവലിന്റെ വ്യാപ്തി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രചനാരീതി. ഇതിനേക്കാൾ കൂടുതൽ വിടുകയും ചെയ്തു, എന്നാൽ നോവലിന്റെ വ്യാപ്തിയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രൂപമാണ് ഈ നോവല. നോവലായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും മലയാളത്തിലെ ചില പുസ്തകങ്ങൾ നമ്മൾ ഈ ഗണത്തിൽ പറയാൻ തോന്നുന്നു. ഒന്ന് എം നന്ദകുമാറിന്റെ നിലവിളിക്കുന്നിലേക്കുള്ള കയറ്റം എന്നുള്ള പുസ്തകം, എൻ പ്രഭാകരന്റെ 7-നും മീതെ എന്ന് പറയുന്ന ഒരു പുസ്തകം, പി സുരേന്ദ്രന്റെ കാവേരിയുടെ പുരുഷൻ എന്നുള്ള പുസ്തകം,
ഇതൊക്കെ ഈ ഒരു കടൽ മയൂരം ഉണ്ട് മാധവിക്കുട്ടിയുടെ, ഇതൊക്കെ ഈ ഒരു കുഞ്ഞു ഒരു 60-70 പേജിനകത്ത് നിൽക്കുന്ന ഒരു ചെറുകഥയാണോ അല്ല, എന്നാൽ നോവലിന്റെ ബൃഹത് സ്വഭാവം ഇല്ല, അതിന്റെ ആഖ്യാനത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി, അതാണ് ഇതിനകത്തുള്ളത്. ഇത് മഞ്ഞ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മഞ്ഞ് വായിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. മഞ്ഞ് ഇല്ലേ, എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഇതൊരു മൂഡ് മാറ്റുന്ന ഒരു പുസ്തകമാണ്, എനിക്ക് അങ്ങനെയാണ് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൂഡ്, മനോനില, ഭാവനില, വൈകാരിക നില ഒന്ന് മാറ്റപ്പെടും എന്നുള്ളതാണ് ഈ ഒരു ചെറിയ പുസ്തകത്തിന്റെ ഒരു മേന്മ എന്നുള്ളത്. കടൽ തീരത്ത് എന്നുള്ള കഥ നമ്മൾ ഒവിജിന്റെ വായിക്കുമ്പോൾ ഇതേ കടൽ തീരത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹാങ് ഓവർ നിൽക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഹാങ് ഓവർ ശരിക്കും മഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരമെങ്കിലും നിൽക്കുന്നതാണ്. വീണ്ടും വീണ്ടും പലരും ഇതിനെ വായിച്ചിട്ടുണ്ട്, ഈ കൃതിയെ. അത് എന്തുകൊണ്ടാണ്? ഇത് MT എഴുതിയത് കൊണ്ട് മാത്രമാണോ മഞ്ഞിന് ഇത്ര പ്രസിദ്ധി കിട്ടിയത്? അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതും ഒരു ഘടകമാണ് എന്ന് പറയാം. അതല്ലെങ്കിലും അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് മഞ്ഞിനുണ്ട്. പക്ഷെ ആളുടെ പേരും ഇപ്പോ ഒരു ഘടകമായതുകൊണ്ട് അത് രണ്ട് നിലയ്ക്കും അത് എന്ത് ചെയ്തു, വളരെ ഉയരത്തിൽ പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 61 പേജേ ഉള്ളൂ. ഇത് 61 പേജാണ് ഇതിനകത്തുള്ളത്. 15 അധ്യായമാണ്. അതിൽ 3 അധ്യായം ഒരു പേജാണ്. അപ്പൊ തന്നെ അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. 1964 ഈ പുസ്തകം പുറത്തു വരുന്നത്. MTക്ക് 31 വയസ്സ്, 31ാമത്തെ വയസ്സിലാണ് ഇത് പുറത്തു വരുന്നത്. അസുരവിത്ത് 1962 വരുന്നത്. അസുരവിത്ത് കഴിഞ്ഞ് കാലം 69 എഴുതുന്നു. അതിനിടയ്ക്കാണ് ഈ മഞ്ഞിന്റെ ഒരു നില. അതിന് രണ്ടിന്റെ ഇടയ്ക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി. ഈ 64 തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കുട്ടിയെടുത്തി എന്നുള്ള കഥാസമാഹാരവും ഈ മഞ്ഞ് ഇറങ്ങുന്ന അതേ വർഷം തന്നെയാണ് പുറത്തു വരുന്നത്. മഞ്ഞ് എന്നുള്ളൊരു തലക്കെട്ട്, എന്താ ഈ മഞ്ഞ് എന്നുള്ളൊരു തലക്കെട്ട് ഇതിന് വരാൻ ഉള്ള സാധ്യത എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇത് ഹിമാലയത്തിന്റെ താഴ്വരകൾ, കുമയൂൺ താഴ്വരകളിലാണ് ഈ കഥ നടക്കുന്നത്. ഇത് മഞ്ഞ് അണിഞ്ഞ ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അതിനകത്ത് മഞ്ഞ് എന്നുള്ള പേര് അതിനകത്ത് ചെയ്യുന്നു. പിന്നെ ഇതിലത്തെ പ്രധാന കഥാപാത്രമായ വിമല, മഞ്ഞ് പോലെ തണുത്ത ഒരു മനസ്സ്, അതാണ് വളരെ തണുത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് ആ നോവലില് ഉടനീളം കാണിക്കുന്നത്. അവരുടെ ചടുലമായ ഒരു പ്രകടനങ്ങൾ അതിനകത്ത് കാണിക്കുന്നില്ല. അതും കൂടി അതിനകത്ത് വരാം. ഇതിനകത്ത് MT തന്നെ പറയുന്നുണ്ട്, മനസ്സ് മഞ്ഞിറങ്ങുന്ന മറ്റൊരു താഴ്വരയാണ് എന്നൊരു വാക്യം ഇതിനകത്ത്. ഈ മനസ്സ് മഞ്ഞിറങ്ങുന്ന താഴ്വരയാണ്. അങ്ങനെ മഞ്ഞിറങ്ങിയ ഒരു മനസ്സിനെ കൂടി അടയാളപ്പെടുത്തുക മഞ്ഞ് പെയ്യുന്ന ഒരിടത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് MT ഇതിലൂടെ നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മഞ്ഞിനോടുള്ള MTയുടെ ഒരു പ്രതിപത്തി ഇത് ഈ മഞ്ഞിൽ തുടങ്ങുന്നതല്ല. MTയുടെ മറ്റ് കഥകളിൽ പരിശോധിച്ചാലും ഈ മഞ്ഞും നിലാവും MTക്ക് വളരെ ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ വെയിലും നിലാവും എന്നാണ്. പക്ഷെ അതിൽ അങ്ങനെ ആ പേരിൽ കഥയില്ലതാണ്. വെയിലും നിലാവും എന്നുള്ളൊരു കഥയില്ല. പക്ഷെ ആ നിലാവും ആ കൃതിക്ക് അങ്ങനെ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തടാകം ഒരു ഓർമ്മ തെറ്റുപോലെ മഞ്ഞിൻ പാളികൾക്ക് കീഴിൽ മറഞ്ഞു കിടന്നു. ഈ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇത് മഞ്ഞിലാണ്. മഞ്ഞിലായാലും ഇത് ശരിയാണ്. പക്ഷെ ഇത് 12 വർഷം ഉറങ്ങിയ പൂക്കൾ എന്നുള്ള കഥയിലെ ഒരു വാക്യമാണ്. പിന്നൊന്ന്, മൂടൽ മഞ്ഞിന്റെ ആവരണം അന്തരീക്ഷത്തിന്റെ ഉടലിൽ നിന്ന് ഊർന്നു വീണിട്ടില്ല. ഇത് മൂടുപടം എന്നുള്ള കഥയിലാണ്. ഈ രണ്ടെണ്ണം പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് സ്വാഭാവിക മഞ്ഞാണ്, രാവിലെ നടക്കുമ്പോഴോ മറ്റോ ഒക്കെ യഥാർത്ഥത്തിൽ കാണുന്ന മഞ്ഞാണ്. അതല്ലെങ്കിലും MTക്ക് മഞ്ഞിനോട് പ്രിയമുണ്ട്. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? മുഖം കഴുകിയപ്പോൾ മൗഢ്യം പ്രഭാതത്തിലെ മഞ്ഞിൻ പടലങ്ങൾ പോലെ പതുക്കെ ഒഴിയാൻ തുടങ്ങി. ഇത് നേരിട്ടുള്ള മഞ്ഞല്ലല്ലോ.
അവിടേക്ക് മഞ്ഞിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. തലയ്ക്കുള്ളിലെ മഞ്ഞിൻ പടലവും പിൻകഴുത്തിലെ വേദനയും മിക്കവാറും അകന്നിരിക്കുന്നു. തലക്കകത്തെ മഞ്ഞിൻ പടലം അകന്നിരിക്കുന്നു. ഇത് രണ്ടും നീലക്കുന്നുകൾ എന്നുള്ള കഥയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എന്ത് ചെയ്യുന്നത് ഈ മഞ്ഞിനോടുള്ള ഒരു ഭ്രമം. കുറെ ഉദാഹരണം നമുക്ക് മറ്റു കഥയിൽ നിന്നൊക്കെ കിട്ടും. അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു നെഗറ്റീവിൽ തുടങ്ങി ഒരു പോസിറ്റീവിൽ അവസാനിക്കുകയാണ് ഈ നോവൽ. അതായത് വായിക്കാനൊന്നുമില്ല എന്ന വാക്യത്തിലാണ് മഞ്ഞ് തുടങ്ങുന്നത്. ഒരു അതിലളിതമായ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളുടെ വിന്യാസമാണ്. വായിക്കാനൊന്നുമില്ല എന്ന് തുടങ്ങിയിട്ട് വരാതിരിക്കില്ല എന്ന് പറഞ്ഞ വാക്യത്തിൽ അവസാനിക്കുന്നു. വായിക്കാനൊന്നുമില്ല എന്നുള്ളത് നെഗറ്റീവ് തന്നെയാണ്. വരാതെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് വാക്യമായിട്ട് മാറിക്കൊണ്ടാണ് അതിനകത്ത് അവസാനിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും മഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ. ഒന്ന് വിമലയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം. 31 വയസ്സാണ്. ഈ കഥ ഇവർ ഓർമ്മിക്കുന്ന സമയത്ത് അവർക്ക് 31 വയസ്സുണ്ട്. അവര് റെസിഡന്റ് ട്യൂട്ടറാണ്. അവിടുത്തെ 43 കുട്ടികൾ, പെൺകുട്ടികൾ അവരുടെ കീഴിൽ പഠിക്കുന്നുണ്ട്. 9 വർഷത്തെ പരിചയം അവർക്ക് ആ സ്ഥലവുമായിട്ട് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്. ഈ കഥ തുടങ്ങുന്നത് ഏപ്രിൽ 11 ഏപ്രിൽ 11 ഒഴിവ് കാലത്തിൽ തുടങ്ങുന്നു. കലണ്ടറിൽ അവർ നോക്കുന്നുണ്ട്. കലണ്ടറിൽ നിന്ന് എത്രയാണ് തീയതി? ഏപ്രിൽ 11 എന്ന് പറഞ്ഞിട്ടാണ് ഈ അവധിക്കാലത്താണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇവരാകട്ടെ 9 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു സ്വപ്നത്തിൽ തട്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു കുടുംബം. 9 വർഷത്തിനപ്പുറം കണ്ട ഒരു പെൺകിടാവിനെ അന്വേഷിക്കുന്ന കണ്ണുകളുണ്ടോ? അതാണ് അവർ തിരയുന്നത്. എന്നെ നോക്കിയ 9 വർഷം മുൻപ് എന്നെ നിരീക്ഷിച്ച കണ്ണുകൾ ഉണ്ടോ? നെറ്റിയിലേക്ക് തെറിച്ച് വീണ് കിടക്കുന്ന മുടിക്ക് കീഴെ നീലിമ തിളങ്ങുന്ന കണ്ണുകൾ. ഈ കണ്ണുകളെ തേടിയാണ് അവരുടെ പിന്നീടുള്ള വർഷങ്ങളിലെ ജീവിതം മുഴുവൻ. ഇങ്ങനെ ഒരു കഥാപാത്രം. ഇവരാവട്ടെ ജോലിക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അമ്മയോട് വഴക്കടിച്ചിട്ടാണ് ജോലിക്ക് എത്തിയത്. വീട്ടിലെ അവസ്ഥയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അമ്മയോട് വഴക്കടിച്ചിട്ടാണ് ഇവിടുത്തെ ജോലി അവര് നേടുന്നത്. കുടുംബാന്തരീക്ഷം കാലുഷമാണ്. അത് നമുക്ക് പിന്നീട് പറയാം. അവർക്ക് നിരാശ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിരാശയുണ്ട്? സ്വന്തം പ്രതിബിംബം കാണാൻ പോലും താല്പര്യമില്ല എന്നാണ്. അതായത് കണ്ണാടി ഇരുട്ടില് ആണ് വെച്ചിട്ടുള്ളത്. നമ്മളാരും കണ്ണാടി ഇരുട്ട് കൊണ്ടായി വെക്കില്ല. കാരണം നമ്മുടെ പ്രതിബിംബെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് ഒന്ന് കണ്ട് ആസ്വദിക്കാം. അപ്പൊ അവനവന്റെ പ്രതിബിംബം കണ്ട് ആസ്വദിക്കാൻ പോലും അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഇരുട്ടിൽ വെച്ച കണ്ണാടിയിലാണ് അവര് മുഖം നോക്കുന്നത്. പിന്നെ ഇതിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ആർക്കു വേണ്ടി എന്നാണ്. ആർക്ക് വേണ്ടി? ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ജീവിതം എന്തായി പോകും? അവിടെ നിന്ന് പോകും. ആർക്കെങ്കിലും വേണ്ടി, എനിക്ക് വേണ്ടി എങ്കിലും എന്ന ചിന്ത ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരടി നടക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിനെയാണ് അവര് മറികടക്കുന്നത്. അവര് മറികടക്കുന്നുണ്ട് അതിനെ. ആർക്ക് വേണ്ടി എന്ന് നിരന്തരം അവരുടെ മനസ്സ് ചോദിക്കുന്നുണ്ടെങ്കിലും അവരതിനെ മറികടക്കുന്നു. ഒന്ന് കരയാൻ പോലും കഴിവില്ലല്ലോ എന്നവർ പറയണം. അവർക്ക് മനസ്സറിഞ്ഞിട്ടൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല. പക്ഷേ കാലിടറുന്നില്ല. അതാണ് അതിന്റെ പ്രത്യേകത. കാലിടറുന്നില്ല, കരയാനോട്ട് സാധിക്കുന്നുമില്ല. ഈശ്വരനെ നിരന്തരം വിളിക്കുന്നുണ്ട്, പക്ഷെ നാമം ജപിക്കുന്നില്ല. നാമം ജപിക്കാൻ തോന്നുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ജപിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈശ്വരനെ ഇതിനകത്ത് പലയിടങ്ങളിൽ വിളിക്കുന്നുണ്ട്, ഈ പലരും ഇതിനകത്ത്. എനിക്ക് തോന്നി ഈ ഒരു കഥാപാത്രം ഒരു മരവിപ്പിന്റെ, മഞ്ഞിലെ ഒരു മരവിപ്പിന്റെ കഥാപാത്രമാണ്. ഒരു വിഷാദ ജഡത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ജഡത്വത്തിന് എന്താണ് ശാസ്ത്രത്തില് എന്ന് പറഞ്ഞാൽ നിന്ന നില തുടരാനുള്ള വെമ്പലാണ് അല്ലെ? അങ്ങനെയാണ് ജഡത്വം പറയുന്നത്. ഇവർക്ക് ഈ വിഷാദത്തിൽ തന്നെ അമരാനാണ് താല്പര്യം. അതാണ് അതിനെ വിട്ടുപോകാനുള്ള അവസരങ്ങളിൽ പോലും ഈ വിമല ടീച്ചർ വിട്ടുപോകുന്നില്ല. ഈ ഇതിൽ തന്നെ ഒരു രസമായിട്ട്
ഇതിൽ തന്നെ മുഴുകി ഇത് തന്നെയാണ് എൻ്റെ തുടർ ജീവിതം എന്നുള്ള ഒരു തോന്നലിൽ അവർ മുന്നോട്ട് പോവാണ്. ഇതിനകത്ത് കുറേ വാക്യങ്ങൾ നമുക്കിത് മനസ്സിലാവും. ദുഃഖത്തിന്റെ നീർപ്പാടകൾ എന്നൊരു വാക്യം ഇതിനകത്തുണ്ട്. ദുഃഖത്തിന്റെ നീർപ്പാടകൾ. വന്നെത്തുന്ന സഞ്ചാരികളുടെ കാലൊച്ച കേൾക്കാം തന്റെ ശവകുടീരത്തിന് ചുറ്റും. ശവകുടീരം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, തന്റെ ശവകുടീരത്തിന് ചുറ്റുമാണ് ഈ വന്നെത്തുന്ന സഞ്ചാരികളുടെ കാലൊച്ച. അപ്പൊ ഞാൻ എന്നേ മൃതയാണ്, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അവർ സഞ്ചരിക്കുന്നുണ്ട്. ഭിത്തികളുടെ മരിച്ച ഹൃദയത്തിലൂടെ ഇത്താരയുടെ നനുത്ത സ്പന്ദങ്ങൾ ഒഴുകി വരുന്നു. മരിച്ച ഭിത്തിയാണ്, ഭിത്തികളുടെ മരിച്ച ഹൃദയമാണ്. എല്ലായിടത്തും ഈ ഒരു നിശ്ചലത, ഒരു മരണം, അതിന്റെ മരവിപ്പ്, അതൊക്കെ ഇതിനകത്ത് അനുബന്ധമായിട്ട് ഈ കഥാപാത്രത്തിന്റെ പിന്നാലെ എനിക്ക് എഴുതി വെക്കുന്നുണ്ട്. ഇതാ മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരി. മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരി. ഇങ്ങനെയാണ് ഈ വിമല ടീച്ചറെ MT അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഇരിക്കാം. ഇയാൾ 2 കാര്യങ്ങളാണ് കടം ചോദിക്കുന്നത്. ഈ സർദാർജി 2 കാര്യം കടം ചോദിക്കുന്ന വിമലയോട്. ഒന്ന് പുസ്തകങ്ങളാണ്. ആദ്യം വന്നിട്ട് ഞാൻ റെയിൽവേ ഗൈഡ് പോലും വായിച്ചു തീർക്കുന്ന ആളാണ്, ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഭക്ഷിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വിമലയ്ക്ക് ചിരി വരുന്നുണ്ട്. ഈ ഇവിടുത്തെ ചൗക്കീദാറാണ് പറയുന്നത് ഈ ടീച്ചർ പുസ്തകങ്ങൾ വായിക്കുമെന്ന്. ഇവിടെ വന്നു പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് പുസ്തകങ്ങൾ കടം വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അത് തിരിച്ചു തരുമ്പോഴാണ് ഒരു കൈപ്പട അതിനകത്ത് എഴുതുന്നത്. അതാണ് ഇവർ മനസ്സിലാക്കുന്നത് എത്ര മനോഹരമാണ്. പിന്നെ രണ്ടാമതൊന്ന് ഒരു സായാഹ്നം കടം ചോദിക്കണം. ഈ യാത്ര ടീച്ചർ എനിക്കൊരു സായാഹ്നം കടം തരണം, നമുക്ക് ഒന്നിച്ചൊന്ന് പുറത്തിറങ്ങി. മറ്റേത് അവിചാരിതമായി കണ്ടതാണ്, രണ്ടുപേരും അതിനെ ആസൂത്രണം ചെയ്തതല്ല. നമുക്കൊരു ദിവസം ഇറങ്ങാൻ, വെറുതെ നടക്കാൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വിമല ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് വയ്യാതെ ആയതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല. ആ ദേഷ്യത്തിന് വിമല എന്താണ് ഈ ബോട്ടിലൊക്കെ കയറിയിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വാശിയാണല്ലോ ഇപ്പൊ അത് പോവാനുള്ള കാരണം, ഞാൻ വരാത്തതിന്റെ. അങ്ങനെ വിമലയുടെ മനസ്സിലെ ഓരോ തരിയും മനസ്സിലാക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഈ സർദാർജി മാറുന്നത്. ഒരു സന്ധ്യയ്ക്ക് വന്നു, ഒരു രാവിലെ പോയി. അതാണ് സർദാർജി എന്നുള്ള കഥാപാത്രം. ഒരു സന്ധ്യക്കാണ് വരുന്നത്. ഇവരോട് വന്ന് ലൈറ്റൊക്കെ ഇടുമ്പോഴാണ് അങ്ങേപ്പുറത്ത് പുതിയ ആള് വരുന്നു എന്ന് കാണുന്നത്. ഒരു രാവിലെ വിമല എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചൗക്കീദാർ മുട്ടി വിളിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോഴും പറയുന്നുണ്ട് നമ്മള് ഒരു കടമുണ്ട് കേട്ടോ. അതുവരെ വിമല വിചാരിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരാളുണ്ട് എന്നാണ്. ഇയാളുടെ വർത്തമാനത്തിലൊക്കെ അതുണ്ട്. എന്റെ രക്ഷിതാവ് സമ്മതിക്കില്ല സിഗരറ്റ് വലിച്ചാൽ, എന്റെ വലിഞ്ഞ് നടന്നാൽ എന്റെ രക്ഷിതാവ് കണ്ടാൽ ചീത്ത പറയുന്നു വിചാരിക്കും. അപ്പൊ വിമല തീർച്ചയായും വിചാരിക്കുന്നത് ഇയാളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇതിനകത്ത്, ഇയാളെ നിയന്ത്രിക്കുന്ന വേറെ ഏതോ ഒരാളുണ്ട് എന്നാണ്. പക്ഷെ പോകുമ്പോഴാണ് വേറെ ആളെവിടെ ചോദിക്കുമ്പോ ആളില്ല. ഈ രക്ഷിതാവ് എന്നുള്ള ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈശ്വരനാണ്, വേറെ ആരുമില്ല. ഇദ്ദേഹം ആണെങ്കിൽ ജീവിതം ബോണസായി കിട്ടി കൊണ്ടു നടക്കുന്ന ആളാണ്. കാത്തിരിക്കാനുള്ള ഒരു നിമിഷം കൊണ്ട് ജീവിതം ധന്യമാവുന്നു. MT വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട്. 1970 അവർ എന്ന കഥയിൽ ഈ കാര്യം ആവർത്തിക്കുന്നു. വർണ്ണങ്ങളും സുഗന്ധവും വഹിച്ചെടുത്ത ഒരു നിമിഷം കൊണ്ട് ജീവിതം ധന്യമാകും. ഒരുപക്ഷെ ഈ മഞ്ഞ് എഴുതിയ അതേ ഹാങ് ഓവർ അദ്ദേഹത്തിന് വിട്ടുപോകാതെ അതിനെ വീണ്ടും കൊടുത്തതായിരിക്കാം എന്ന് എനിക്ക് ഈ കഥയിലത്തെ ഈ ഒരു പ്രത്യേക ഭാഗം വായിച്ചപ്പോൾ തോന്നി. ഇതിനൊക്കെ അപ്പുറത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് 1963 നീലക്കുന്നുകൾ എന്ന ഒരു കഥ എഴുതുന്നു. ആ കഥയിൽ നോക്കൂ, വരാതിരിക്കില്ല. വർഷങ്ങളും നൂറ്റാണ്ടുകളും ചിലപ്പോൾ എണ്ണമറ്റ യുഗങ്ങളും കടന്നുപോയാലും ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ഭസ്മത്തട്ടിന്റെ പിറകിൽ വെച്ച ധൂമക്കൂട്ടുകളുടെ സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷത്തിലെ നിശബ്ദമായ സംഗീതം കേൾക്കാൻ വേണ്ടി, അവിടെ ഒരു നിശബ്ദമായ സംഗീതം കേൾക്കാൻ വേണ്ടി വരാതിരിക്കില്ല, ഞാൻ തിരിച്ചു വരുന്നുണ്ട്. ഇത് 63-ലാണ്. ഈ തുള്ളിയായിരിക്കാം പിന്നീട് മൗനത്തിന്റെ തടാകമാക്കി MT പരിവർത്തിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. തടാകമായി മാറിയ മഞ്ഞിന്റെ ആദ്യ കണം ഒരുപക്ഷെ ഇതായിരിക്കാം
എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇവിടെ വരാനും ഈ കൃതിയെക്കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. വളരെ മനോഹരമായി രാമകൃഷ്ണൻ ആ മഞ്ഞിൻ്റെ തണുപ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എം.ടിയുടെ ഏറ്റവും പേരുകേട്ട കൃതി അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ കൃതി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. മറിച്ച് അസുരവിത്താണെന്നും രണ്ടാമൂഴമാണെന്നും കാലമാണെന്നും അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ നോവലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഘടനയാണ് മഞ്ഞുള്ളത്. അത് രാമകൃഷ്ണൻ വളരെ വിശദമായിട്ട് അത് പ്രതിപാദിച്ചു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എം.ടി പക്ക ഉടലൂർക്കാരനാണ്, നമ്മുടെയൊക്കെ ഇടയിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ്. അസുരവിത്തും കാലവും നാലുകെട്ടൊക്കെ വായിക്കുമ്പോൾ അതിൽ നമ്മുടെ നെല്ലേക്കാട്ട കഥാപാത്രങ്ങളുണ്ട്, കൂട്ടൂരിലെ കഥാപാത്രങ്ങളുണ്ട്, ആനക്കരയിലെ കഥാപാത്രങ്ങളുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മഞ്ഞിൽ അത്ര ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റില്ല. മഞ്ഞില് എനിക്ക് തോന്നിയിട്ടുള്ളത് മനുഷ്യരില്ല, കഥാപാത്രങ്ങളെ ഉള്ളൂ എന്നാണ്. ഒരാള് മനുഷ്യനാവണമെങ്കിൽ അയാള് ജനിച്ച സ്വാഭാവികമായ അയാൾ ജീവിച്ച ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴേ അയാൾ മനുഷ്യനായി നിന്നുള്ളൂ. അവിടുന്ന് പറിച്ചു നട്ട് കഴിഞ്ഞാൽ അയാൾ വെറും ഒരു കഥാപാത്രമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള അപ്പോൾ ഈ മഞ്ഞിലെ മനുഷ്യർ മുഴുവൻ വിമലയായാലും ശരി, സുധീർ കുമാർ മിശ്ര ആയാലും ശരി, അദ്ദേഹം രംഗത്ത് വരുന്നില്ല, സർദാർജിയോ മറ്റേ ബുദ്ധു, മറ്റേ ഇയാളൊക്കെ എന്താണ് നമ്മുടെ വാച്ച്മാൻ്റെ പേര് അമർ സിംഗ്, ഇവരൊന്നും ആ നാട്ടുകാരല്ല. ഇവരൊക്കെ പല ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിച്ചേരുന്നവരാണ്. അപ്പൊ ഈ നഗരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം അവരുടെ യഥാർത്ഥ അസ്തിത്വം, വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് അവർക്കതിന് ആവശ്യമില്ല. അവർ ജീവിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലൈഫാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു തനിമ, ആ ഒരു ജൈവികത പുറത്തെടുക്കാൻ കഴിയുന്നില്ല. എല്ലാവരും വളരെ ഒരുതരം മരവിച്ച മനസ്സുമായി ജീവിക്കുന്നവർ. സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യ പ്രതികരണങ്ങൾ പലർക്കും ഉണ്ടാവുന്നില്ല. അപ്പം വിമലയൊക്കെ ഒന്ന് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഓർമ്മ വന്നത് മാധവിക്കുട്ടി എം.ടിയോട് ചോദിച്ചതേ, വാസുമാർക്കും ചിരിച്ചൂടെ? അതുപോലെ തന്നെയാണ് ഈ പലപ്പോഴും എം.ടിയുടെ ഒരു അംശം ഈ വിമലയിൽ വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രമാത്രം നിസ്സംഗമായിട്ട് ജീവിക്കത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് ഒരു പ്രണയം, അതിൻ്റെ ഭാഗമായുള്ള വിരഹം, ഇതൊക്കെ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് വിമല. നേരത്തെ പറഞ്ഞ 3 പേരും കാത്തിരിപ്പാണ്. കാര്യമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. പക്ഷെ ഏറ്റവും വലിയ കാത്തിരിപ്പ് ഈ 3 പേർക്കാണ്. ബുദ്ധുവും വിമലയും. അമർ സിംഗ് കാത്തിരിക്കുന്നത് മരണത്തെയാണ്. പക്ഷെ അമർ സിംഗിന്റെ രക്ഷിതാവ് എന്ന് പറയുന്നതും മരണമാണെന്ന് ഞാൻ കണ്ടത്. സർദാർജിയുടെ. കാരണം അയാള് ക്യാൻസറായിട്ട് അവസാന നിമിഷത്തിലാണ്. അപ്പൊ അയാള് സർദാർജി രക്ഷിതാവ് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ആ രക്ഷിതാവിന്റെ അനുമതിയില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തും മരിച്ചു വീഴാവുന്ന തരത്തില്. അപ്പൊ അങ്ങനെ ഈ 3 പേരും കാത്തിരിക്കുന്നത് ഒരിക്കലും, പക്ഷെ അതിന് സഫലമാവാൻ പോകുന്നത് സർദാർജിയുടെ കാത്തിരിപ്പ് മാത്രമാണ്. കാരണം അധികം താമസിക്കാതെ സർദാർജി മരിക്കും എന്നുള്ള ഒരു സൂചന നമുക്കറിയാം. പക്ഷെ വിമലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ആ കാത്തിരിപ്പ് വരാതിരിക്കില്ല എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. ഞങ്ങള് മറ്റേ
MA പഠിക്കുമ്പോൾ ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു സെഷൻ, അപ്പോൾ അതിൽ ദേശമംഗലം ആണ് ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വരാതിരിക്കില്ല എന്ന് എങ്ങനെ തർജ്ജമ ചെയ്യാം, ഇത് തനി മലയാളം വാക്ക്, ഈ ഒരു ആശയം ഇംഗ്ലീഷിൽ എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ സപ്പോസ് മഞ്ഞ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അസുരവിത്തിലും ഈ തിരിച്ചു വരാൻ വേണ്ടിയുള്ള യാത്രയാണ്. എല്ലായിടത്തും തിരിച്ചു വരാൻ വേണ്ടിയാണ് എല്ലാവരും പോകുന്നത്. എല്ലാവരും പോകുന്നുണ്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ്. പക്ഷെ വിമല എങ്ങോട്ടും പോകുന്നില്ല, വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ ഇതെങ്ങനെ ഈ വരാതിരിക്കില്ല എന്നുള്ളതിൽ അതിലൊരു സന്ദിഗ്ധത ഇല്ലേ? പോസിറ്റീവ് അല്ല, അത് ഒരു എന്താണ് അസേർട്ടിങ് സെന്റൻസ് അല്ല. വരും എന്നുള്ള ഒരു ഉറപ്പ് അതിലില്ല. വരാതിരിക്കില്ല എന്നുള്ള ഒരു പകുതി പ്രതീക്ഷയും പകുതി നിരാശയും കലർന്ന ഒരു പ്രസ്താവനയിലാണ് നോവൽ അവസാനിക്കുന്നത്. അത് ഘനീഭവിച്ചു നിൽക്കുന്ന, കളം കെട്ടി നിൽക്കുന്ന തടാകത്തിലെ ജലം പോലെ വിമലയുടെ മനസ്സ്. അത് തന്നെയാണ് ആ സ്ഥായിയായിട്ടുള്ള ഭാവം ആ പുസ്തകത്തിന്. ഏറ്റവും കവിത തുളുമ്പുന്ന വാക്കുകളിലൂടെ ഒരു ഗദ്യ കവിത പോലെ തന്നെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കൃതി. ഇത് നമ്മുടെ മനസ്സിലേക്കും ആ ഭാവങ്ങളെ സന്നിവേശിപ്പിക്കുന്ന ഒരു വളരെയധികം നിർണായകമായിട്ടുള്ള സ്വാധീനം ആ കൃതി നമ്മളുടെ വായനക്കാരിലും ചെലുത്തുന്നു. ഇത്രയും ഒരിക്കൽ MT OMV കുറുപ്പിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു അത്രേ, നിങ്ങൾ കവികളോട് എനിക്ക് അസൂയയാണ്. കാരണം എനിക്ക് കവിത എഴുതാൻ അറിഞ്ഞുകൂടാ. ഞാൻ കവിത എഴുതി അതിൽ നിന്ന് പിൻവാങ്ങിയ ഒരാൾ. അപ്പോൾ OMV തിരിച്ച് മറുപടി കൊടുത്തത്, മഞ്ഞുപോലെ ഒരു കവിത എഴുതാൻ പറ്റിയാൽ പിന്നെ വേറെ കവികളൊന്നും ആവശ്യമില്ല എന്ന്. OMVയുടെ മറുപടി അതായിരുന്നു. ഇത്രയും ഭാവസാന്ദ്രമായ ഒരു കവിതയായി ആ പുസ്തകം എക്കാലവും നിലകൊള്ളും എന്നുള്ളതാണ് വായനക്കാരുടെയും മറ്റ് കവികളുടെയും പക്ഷപാതം. ഇവിടെ കാത്തിരിപ്പാണ് പ്രധാനപ്പെട്ട ഒരു ഭാവമായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നതെങ്കിലും അത് എനിക്ക് കൂടുതൽ അതിനെ അനുഭവവേദ്യമായത് ഒരു ഘനീഭവിച്ച മനസ്സുമായിട്ട് നിൽക്കുന്ന, ഒന്നും ഇന്നും നാളെയും ഇന്നലെയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു ജീവിതം. അത് എങ്ങനെ ജീവിച്ചു തീർക്കുന്നു, ഇതിനിടയിലും നാളത്തെ ദിവസത്തെക്കുറിച്ച് ഇതേപോലെയാണെങ്കിലും ജീവിക്കാനുള്ള ഒരു ത്വരയും അവിടെയുണ്ട്. എല്ലാറ്റിനെയും വിട്ടുനിന്ന് കാണാനും അതേസമയം ചേർത്ത് നിൽക്കാനും കഴിയുന്ന ഒരു മനസ്സ്. ഇങ്ങനെ ഒരു വ്യത്യസ്തത ആയിട്ടാണ് എനിക്ക് വിമലയുടെ മനസ്സിനെ കാണാൻ കഴിയുന്നത്. ഒന്നിലും ആകർഷണമില്ല, അതേസമയം എല്ലാം ഞാൻ കാണുന്നുമുണ്ട്. എല്ലാം എനിക്കറിയാം. 9 വർഷമായിട്ട് ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന വിമലയെ നമുക്ക് ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന വിമലയെ മറ്റൊരു തരത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിൽ ഏതായാലും ഇതൊരു മാസ്റ്റർ പീസ് എന്നൊക്കെ പറയാവുന്ന, പലർക്കും പല നേരത്തെ നാരായണൻ പറഞ്ഞ പോലെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ലീലാവതി ടീച്ചർ പറയുന്ന അസുരവിത്താണ് ഏറ്റവും നല്ല കൃതി എന്നാണ്, ചിലർ പറയുന്ന രണ്ടാമൂഴമാണ് ഏറ്റവും നല്ല കൃതി. പക്ഷെ മഞ്ഞ ഒരു വളരെ വ്യത്യസ്ത തലത്തിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു കൃതിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ മികച്ച വായനാനുഭവം തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയായി രാമകൃഷ്ണൻ ഇവിടെ പറയുകയും ചെയ്തു. ഓർത്തിരിക്കാൻ, കാത്തിരിക്കാൻ, ചിന്തിക്കുവാൻ ഒരു ഉപരിവിപ്ലവം ഒരിക്കലും MTയുടെ പുസ്തകങ്ങളിൽ എവിടെയില്ല. എല്ലാം നമ്മളിലേക്ക് ഒരു ചിന്താഗതിയിലെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന, ഒരു കാത്തിരിപ്പ് ഉണ്ടാക്കുന്ന, അതിലെ ആ ഓളങ്ങളില് മാറ്റം സൃഷ്ടിക്കുന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പുതിയതിൽ കൂടെ സഞ്ചരിച്ച് മുന്നോട്ട് ഉയരുവാനാണ് നമ്മളെ എപ്പോഴും MTയുടെ രചനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ MTയുടെ പുസ്തകം വായിച്ചു തീർത്താൽ അതൊക്കെ നമ്മൾ ചെറുപ്പ കാലഘട്ടത്തിൽ വളരെയധികം സ്പർശിച്ചിട്ടുള്ളതായ ഘടകങ്ങളാണ്. പ്രത്യേകിച്ച് നാലുകെട്ടൊക്കെ ഇവിടെ മഞ്ഞ എന്ന പുസ്തകത്തിലാണത് ഉൾക്കൊണ്ടെങ്കിലും നാലുകെട്ട് എന്നുള്ള പുസ്തകത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ബാല്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അവിടെ നമ്മുടെ കുടുംബം, തറവാടുകളും ആ പ്രദേശവും ആ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ ശരിക്കും നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇനിയും ഇതേമാതിരത്തെ ഒരു വേദി വരികയാണെങ്കിൽ അത് അടുത്തതേ പുസ്തകമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സന്തോഷിക്കും.
അത്രമാത്രം സ്പർശിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ പുസ്തകങ്ങളാണല്ല. പിന്നെ അതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രണയം, ആ ചെറിയ കലഹങ്ങള്, ആ വേദനകള്, രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അനുഭവിക്കുന്ന വേദനകള്, ഇതൊക്കെ എന്തുമാത്രം നമ്മളെ ഹൃദയത്തിൽ തൊട്ട് വേദനിപ്പിക്കുന്ന ആ സംഗതികളെ MT ഒരു സൃഷ്ടിയിൽ കഥ നോവലാക്കി കൊണ്ടുപോകും. നമുക്കത് കഴിഞ്ഞില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ പ്രദേശത്തുകാരനായ MT നമ്മളെ മനസ്സിൽ ജീവിക്കാറുണ്ട്. ഭാവനകൾ നമ്മളുടെ മനസ്സിൽ അറിയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്ന MTയുടെ ഈ സുദിനത്തിൽ എനിക്ക് കയറി പങ്കെടുക്കുവാനും അതിൻ്റെ ഒരു ശ്രോതാഭാവാനും അതിൽ കയറി രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയത് വളരെയധികം നന്ദി രേഖപ്പെടുത്തിയോണ്ട്. ഞാനിവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വന്നു പോകുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഈ പരിപാടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ മാഷത്തിനെ പറ്റി, മഞ്ഞിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടി ഇന്ന് ഇവിടെ തങ്ങാൻ തീരുമാനിച്ചു. എൻ്റെ വീട്ടുകാരത്തോട് ഇവിടെ നിന്ന് നിൽക്കാം, ഇത് കേൾക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാനിവിടെ തങ്ങിയതാണ്. കാരണം ഞാൻ MTയുടെ തന്നെ ഒരു ബന്ധു കൂടിയാണ്. എൻ്റെ വീട് വെണ്ണിപ്പരുമ്പിൽ, അതായത് കൂടാലൂരിൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് എൻ്റെ തലനാട്. എൻ്റെ ചെറുപ്പന്മാരെല്ലാം അവിടെ ഉണ്ട്. ഞാനിപ്പോൾ തൃശ്ശൂർ തെറ്റിലാണ്. ലൈബ്രറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് ലൈബ്രറിയിലൊക്കെ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് വന്നത് വെറുതെ ആയില്ല എന്നുള്ള ആ ഒരു കണക്കൂട്ടൽ എന്നെ ആശ്വസിപ്പിച്ചത്. കാരണം ഇത് പങ്കെടുത്തതിന് നഷ്ടമായിരുന്നു. കാരണം രാമകൃഷ്ണമായിട്ട് ഞാനൊരു ഇരുന്ന് ഓർക്കായിരുന്നു. ഒരു കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു 79 വായിച്ച പുസ്തകമാണ് മഞ്ഞ്. പിന്നെ ഇടയ്ക്ക് ലൈബ്രറിയിൽ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കരുത്. വീണ്ടും ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കും. ഒരു പ്രത്യേക രചന, അതായത് ഇപ്പം നേരത്തെ ഭാഷകൂടെ അവതരിപ്പിച്ചോ പറഞ്ഞ ഒരു നോവലാണോ എന്ന് നോവലല്ല, ചെറുകഥയാണ്, അതുമല്ല. നോവല്ല എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ആ രൂപം എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ വാക്കുകൾ കാച്ചി കുറുക്കിയിട്ട് ഇങ്ങനെ തരിക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള പണിയല്ല. പിന്നെ ഞാൻ സ്ഥിരം അദ്ദേഹത്തിനെ കാണാൻ പോരുന്ന ഒരാളാണ്. കോഴിക്കോടൊക്കെ ഇടയ്ക്ക് കാണാൻ പോവും, മരിച്ചപ്പോഴും പോയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയ ഒരു വ്യക്തിയാണ്. 1-2 ബന്ധങ്ങളുണ്ട് അത് കാരണം. അതുപോലെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന സദസ്സുകൾ, അതിൻ്റെ ഒരു സംഘാടക ചുമതല രൂപേഷ് അരവിന്ദനൊക്കെയാണ്. രൂപേഷ് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നന്ദി പറഞ്ഞ് പരിപാടി അവസാനിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയർ, എന്തായാലും നമ്മൾ തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് MT സ്മൃതിപഥം എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. നമുക്കെന്തായാലും ചെറിയ ഇടവേളകളിൽ അതിങ്ങനെ കുറച്ച് പ്രസിദ്ധങ്ങളായിട്ടുള്ള MTയുടെ കൃതികൾ ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് മുന്നൊരുക്കങ്ങളൊന്നും ആയിട്ടില്ല. മറ്റ് കൃതികൾ ഏതൊക്കെയാണ് അവതരിപ്പിക്കുന്നുള്ളതിന് നമുക്ക് ഇന്ന് മുതൽ അതിനൊരു ഐഡിയ ഉണ്ടാവണം എന്നാണ്. ഓരോന്നും കഴിഞ്ഞ് അടുത്തതിലേക്ക് എത്തുന്നത് ആരാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്നത് ആര് ഏത് കൃതി എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ ഒന്ന് കണ്ടെത്തണം. ആവുന്നതും നേരത്തെ തന്നെ ഒരു പ്ലാനിങ് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ്. എന്തായാലും ഇന്ന് താല്പര്യമുള്ള, നമ്മൾ കഴിഞ്ഞ തവണ അതായത് ആശാന്റെ കൃതികളെ ചർച്ച ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ ഒരു ഐഡിയ കിട്ടിയിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒന്നും കൂടി സൗകര്യമായിരിക്കുമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ വായനശാലയിൽ സജീവമായിട്ടല്ലാത്ത ആളുകൾ കൂടി ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അപ്പം ഇന്ന് MTയുടെ പോപ്പുലറായിട്ടുള്ള കൃതികൾ ചർച്ച ചെയ്യാൻ, വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഒന്ന് നമുക്ക് ഇന്ന് കൂടിയ ആളുകൾക്ക് തന്നെ താല്പര്യമുള്ള വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ്. അവരൊന്ന് തയ്യാറായിട്ടുള്ള ഏതെങ്കിലും കൃതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനൊരു പ്ലാനിങ് വരുത്താം. ഏത് ദിവസം എന്നൊക്കെയുള്ള ഒരു തീരുമാനം വരുത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഓർഡർ ആക്കാമെന്നാണ്, അല്ലാതെ മുൻകൂട്ടിയിട്ട് തീരുമാനിക്കുന്ന
അതിനേക്കാൾ നല്ലതായിരിക്കുമെന്ന് തോന്നി. അപ്പോൾ എന്നാൽ ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ചെറിയൊരു കൂടിയാലോചന നടത്താം. പിന്നെ എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്നത്തെ പരിപാടിയിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള MTയുടെ കൃതി തന്നെയാണ് മഞ്ഞ്. അതിലെ എല്ലാ വശങ്ങളെയും പറ്റി വളരെ ചുരുക്കി രാമകൃഷ്ണ മാഷയുടെ ഒരു പ്രത്യേക സ്റ്റൈല് തന്നെ എല്ലാത്തിനും ലളിതമായിട്ട് അവതരിപ്പിക്കുന്നതാണ്. അതിൽ എല്ലാ കാമ്പിലേക്കും എത്തി അതിനെ മനോഹരമായി അവതരിപ്പിച്ച MTയുടെ കൃതികൾക്ക് തുടക്കം കുറിച്ച, സ്മൃതിപഥത്തിന് തുടക്കം കുറിച്ച രാമകൃഷ്ണ മാഷ്ക്ക് ഈ വായനശാലയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വായനാനുഭവങ്ങൾ പങ്കുവച്ച നാരായണ മാഷ്, വിപിനകുമാർ സാർ, പിന്നെ മറ്റ് എല്ലാവർക്കും പേര് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല, രാമേന്ദ്ര മാഷ്, പിന്നെ മറ്റ് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ യോഗം അവസാനിപ്പിക്കാനായി പ്രഖ്യാപിക്കുന്നു.